നമുക്കത് വീട്ടിലുണ്ടായ പടവലങ്ങ വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയൊക്കെ ഒരു സിമ്പിൾ മെഴുക്കുവരട്ടി ഇതാ ഇവിടെ ഉണ്ടായതാണ്. കുറച്ചായി പിന്നെ കണ്ടു തുടങ്ങിയത് ടെറസിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയേക്കുക. ആദ്യം ഈ ചുമരിലായിരുന്നു പിടിച്ചിരുന്നത്, പിന്നെ അതിൻ്റെ വെയിറ്റ് വന്നപ്പോൾ അതിങ്ങനെ വീണു വന്നതാണ്. ഇതിലൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഇത്ര ഉള്ളത്. ഇന്നലെ ഇവിടുത്തെ കുറുമ്പൻ പറിച്ചു. ഇതാ ഞാൻ പറഞ്ഞില്ലേ പറിച്ചു എന്ന്, കണ്ട ഇത്ര ആയിട്ടുള്ളൂ. അത് പറിച്ചെടുത്തു. അപ്പോൾ എന്തായാലും അത് മെഴുക്കുവരട്ടിയാക്കാം. ഇത് ഞാൻ നേരത്തെ പറിച്ച് വെച്ചതാണ്. ഞങ്ങൾക്ക് 2-3 ദിവസമായി ആ വെയിലിട്ട് ഓണത്തിന് 3 എണ്ണമായി ഇപ്പോൾ കിട്ടുന്നു. ഇനിയും നീളം വയ്ക്കുമെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ കിളികളുടെയൊക്കെ ശല്യം ഇല്ലാനുണ്ട്. അതെങ്ങാനും കുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയപ്പോൾ പറിച്ചു. പക്ഷെ ഇത് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ആ വെയിലിനെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടിയാക്കാം. ഇത് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് എടുക്കണേ. നമുക്കറിയാമെന്ന് പറയും, ഇതറിയാത്തവരുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. പിന്നെ അത് വെളുത്തുള്ളി കുറച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി ഭയങ്കര ഇഷ്ടമാണ്. ആ രീതിക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അതിന് പറ്റിയൊരു മോര് ആക്കുന്നുണ്ട് ഞാൻ. മോര് എന്ന് പറഞ്ഞാൽ സംഭാരമല്ലേ, കുറച്ച് തിക്കായിട്ട് കരിവേപ്പില, ഉപ്പ്, ഇഞ്ചി, കാന്താരി മുളകാണ് കേട്ടോ. ഇന്നലെ ഓണമായതുകൊണ്ട് എല്ലാവിടെയും കറികൾ ബാക്കിയുണ്ടാവും. ഇവിടെ ഉണ്ട് കറികൾ ബാക്കി. പക്ഷേ ഈ പടവലങ്ങയുടെ കൂടെ മോര് നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഒരു പപ്പടമോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് റെഡി. ഇത്രേ ഉള്ളൂ. ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ഒരു പിറ്റേ ദിവസം ഇങ്ങനെ കുടിക്കുന്ന ഒരു വയറിനൊക്കെ നല്ലതാണ്. ഇഞ്ചിയൊക്കെ ഇട്ടതല്ലേ. ഇനി പടവലങ്ങ മെഴുക്കുവരട്ടി വെക്കാം. ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ചുകൂടി ഒഴിക്കാം. ഇനി വെളുത്തുള്ളി ഇതിടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇടുന്നത്. ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട, സ്കിപ്പ് ചെയ്യാം. വലിയ വെളുത്തുള്ളിയാണ്, അന്നൊരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കരിവേപ്പില. ഇനി നമുക്ക് പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ ആയിട്ടുണ്ട്. പടവലങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ എരിവിന് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പച്ചമുളക് കീറിയിട്ടും വേണമെങ്കിൽ ഇടാം. എനിക്കിപ്പോൾ കുരുമുളക് പൊടി ഒരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതതിന് വെന്തോളും. പിന്നെ വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, പെട്ടെന്ന് ആയിക്കോളും പടവലങ്ങ. ഇതായത് നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇതുപോലെ മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇറക്കി കൊടുക്കാം. വെച്ചിട്ടത് ആയിട്ടുണ്ട്. എന്തില്ല കേട്ടോ. ഇന്നൊരു കുറച്ച് നമ്മുടെ പണി നടക്കുമ്പോഴത്തേക്ക് ഇതായിക്കോളും, പെട്ടെന്നാവും. റെഡി ആയിട്ടുണ്ട്. കുറച്ചങ്ങനെ ഒരു വെള്ളപ്പെട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് അത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് കണ്ട അങ്ങനെ കളർ മാറും. അങ്ങനെ അടി പിടിച്ചൊന്നുമല്ല. ഇതൊക്കെ നല്ല മണം വരുന്നുണ്ട്. ആ കുരുമുളകിൻ്റെ പടവലങ്ങയുടെയൊക്കെ കൂടി നല്ലൊരു മണം. ഇത്രേ ഉള്ളൂ പടവലങ്ങ മെഴുക്കുവരട്ടി. ഭയങ്കര ഈസിയാണ്. ചിലപ്പോൾ കഴിക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമായിരിക്കും കേട്ടോ. കാരണം മോനും ഇവിടെ ഇഷ്ടമല്ലായിരുന്നു പടവലങ്ങ. പക്ഷേ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നമുക്ക് കഴിച്ചോളൂ. അപ്പോൾ ശരി, ഇനി വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഓക്കെ, ബൈ.